Hello friends, welcome back to our channel Creators Tech World. Creators Tech World in the crazy ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിനി ഇൻവെർട്ടർ ആണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നവരായ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതിനു മുന്നേ ഞങ്ങൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലേ തൊട്ട് താഴത്ത് കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ പുറം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പോൾ ഒരു മിനി ഇൻവേർട്ടറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മിനി ഇൻവേർട്ടർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു ട്രാൻസ്ഫോമർ വേണം. അത് നമുക്ക് വേണമെങ്കിൽ നമ്മളെ ടി വിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മളെ ഹോം തിയേറ്ററിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് ഈ ട്രാൻസ്ഫോമർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ഒരു ബാറ്ററിയും പിന്നെ ഒരു മോട്ടറാണ്, മിനി മോട്ടറാണ് ആവശ്യം. പിന്നെ ടെസ്റ്റിങ്ങിനായിട്ട് ഒരു LED ബൾബും ആവശ്യമായിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു LED ബൾബ് നമ്മൾ ടെസ്റ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇപ്പം മിനി ഇൻവേർട്ടർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഘട്ടത്തിലേക്ക് കിടക്കാം. നമുക്കിനി ആദ്യം ഇത് നമ്മളെ മോട്ടറിൽ സോൾഡർ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലത്തെ വേറൊരു വയറും കൂടി എടുത്തിട്ട്, അതായത് ഈ ട്രാൻസ്ഫോമറിൽ നിന്നല്ലാത്ത വേറൊരു വയറും കൂടി എടുത്തിട്ട് നമുക്ക് മോട്ടറിന്റെ മറ്റേ ലെഗിൽ സോൾഡർ ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ചെയ്ത് വെച്ചാണ്. അതായത് ഞങ്ങളിപ്പോൾ സ്വിച്ച് ഞങ്ങളതിന് ഡാമേജ് ആയിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ സ്വിച്ചിന് പകരം നമ്മൾ ഒരു ലെഗ് മാത്രമേ നമ്മൾ ഇതിൽ ഷോൾഡർ ചെയ്യുന്നുള്ളൂ. മറ്റേ ലെഗ് നമ്മൾ ഫ്രീ ആയിട്ട് വിടുകയാണ്. അപ്പം നമ്മളെ സോൾഡറിങ് ഇതിമ പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തീരെ നമ്മളെ മോട്ടർ വർക്ക് ചെയ്യാനാണ്. അപ്പം ഇനി മോട്ടർ വർക്ക് ചെയ്ത് അപ്പോൾ ഇതിപ്പം ഇതിലേക്ക് ഇന്നായി. ഇത് നമ്മളെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക ഔട്ട് ആയിക്കും ഈ ഭാഗം. പക്ഷേ ഇപ്പോൾ ഇത് ഇന്നായിട്ട് കൊടുത്തതാണ്. അപ്പം നമുക്കിതാ ഇവിടെ ഔട്ടായിട്ട് ഈ ഭാഗം കിട്ടും. അതായത് ഇതിൽ നിന്ന് DC കറണ്ടിനെ മോട്ടർ പോയി നമ്മൾ AC ആക്കിയിട്ട് AC കറണ്ടിൽ നിന്ന് നമ്മളെ ജനറേറ്റർ പോയി നമ്മളെ ട്രാൻസ്ഫോമറിൽ നിന്ന് നമ്മൾ 9 വോൾട്ടിനെ നമ്മളത് കൂടിയ വോൾട്ടേജ് ആക്കി മാറ്റുകയാണ്. അപ്പം കൂടിയ വോൾട്ടേജ് ആക്കി മാറ്റിയതിന് ശേഷം നമുക്ക് ഇവിടെ ഇതിൻ്റെ ഈ 2 പോർട്ട്, അതായത് ഈ 2 ഔട്ടിൽ നമുക്ക് ബൾബ് വെച്ച് നോക്കാം. അപ്പോൾ വർക്ക് ചെയ്യണത് നോക്കാം. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മളെ 2 ഔട്ട് കിട്ടുന്ന ആ ഭാഗം നമ്മളെ ബൾബ് ബോർഡറായിട്ട് കണക്ട് ചെയ്യാണ്. ഫസ്റ്റ് ലെഗ് ഇതിൽ പിടിച്ചേക്കാം. രണ്ടാമത്തെ ലെഗും നമുക്ക് ഇതിൽ കുടിക്കാം. നമുക്ക് ഔട്ട് ചെയ്യുന്ന വയർ കുറച്ച് ചെറുതായി പോയി, ചെറുതായി പോയി. നമ്മൾ ഔട്ടും ഫിറ്റ് ചെയ്താണ്. ഇതിലേക്ക് ട്രാൻസ്ഫോമർക്ക് വേണം ഇന്നും സെറ്റ് ചെയ്താണ്. അപ്പം നമുക്ക് ഇതിൻ്റെ തുഞ്ചത്ത് ബൾബ് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. നമുക്ക് കാണാം. അപ്പം ഇതിന്റെ മൂടി നമ്മൾ ഊരിയിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിലുള്ള LED കത്തണം കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാം. ഇപ്പൊ LED നല്ല അത്യാവശ്യം നല്ല ലൈറ്റിൽ തന്നെ LED കത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഉള്ളിൽ പോയിട്ടൊന്ന്
ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇനി അത് അടുത്തതായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകണം. ഇത് വർക്കാണോ വർക്കിംഗ് അല്ലേ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കിത് മോട്ടോർ ബാറ്ററിയിൽ കൊടുത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ അത്യാവശ്യം നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ക്യാമറ വൈകില്ല. അപ്പം ഇത് നിങ്ങൾക്ക് കാണാൻ ഇത് യാതൊരു ഫേക്കും അല്ല, ഇത് ശരിക്കും ഉണ്ട്. അതായത് നമ്മളെ ബാറ്ററി മെന്നാണ് ഇതിലേക്ക് കറണ്ട് പോകുന്നത്. ഭാഗം കാട്ടിട്ട് ബാറ്ററി മെന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം മോട്ടർ നമ്മുടെ വർക്കിംഗ് ആണ്. ബാറ്ററി മെന്നാണ്, വേറൊരു വയറും പുറത്തൊന്നും ഇല്ല. അപ്പം ഇത് ശരിക്കും പ്രവർത്തിക്കണം. അപ്പോൾ ഞങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നമുക്ക് ബാറ്ററി ഉപയോഗിച്ച് നമുക്ക് തന്നെ ട്രാൻസ്ഫോമർ ഉണ്ടാകാല്ല, ഒരു ജനറേറ്റർ അല്ലെങ്കിൽ ഒരു ഇൻവേർട്ടർ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ അത്യാവശ്യം നമുക്ക് നല്ല വെളിച്ചം തന്നിട്ടുണ്ട്. അതായത് 9 വോൾട്ട് നിന്ന് അതിലും കൂട്ടി നമ്മൾ വോൾട്ട് കൂട്ടിക്കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഔട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചെറിയൊരു ബാറ്ററി ഉപയോഗിച്ച് തന്നെ നമുക്ക് ഒരു ബൾബ് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അതുപോലെ ഞങ്ങളെ ടിക്ടോക്കിലെ ഒരു ചാനലിന് അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം ഇതുപോലെ മറ്റൊരു ടെക്നോളജി വീഡിയോ എത്തുന്നവരെ അബുലിനോടൊപ്പം ദിസ് ഇസ് ആഷിഫ് സൈനിങ് ഓഫ്.